കോൺഗ്രസ് ഭയക്കേണ്ടുന്നത് ഇവനെ മാത്രം. പ്രതിപക്ഷ നേതാവിൻ്റെ പദവി വഹിക്കുകയും അതേസമയം തന്നെ പിണറായിയുടെ അടിമയായിരുന്ന് തീവട്ടിക്കൊള്ളയുടെ പങ്കുപറ്റുന്ന നെട്ടൂർ സതീശൻ വന്നിരുന്ന് കഴിഞ്ഞ ദിവസം പറയുകയാണ്, എനിക്ക് വലിയ വിഷൻ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ഭയക്കേണ്ടുന്നത് ഇടതുപക്ഷത്തെയോ BJP-യോ അല്ല, ഈ കുതികാലുവെട്ടി സതീശനെയാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്ന ഈ നാടകം നടക്കുമ്പോഴും രാഹുലിനെ പണിയുവാൻ ഇറങ്ങിയ കേക്കച്ചൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ CM രാജേന്ദ്രന്റെ നിരീക്ഷണം കേൾക്കുക. ഇതിൽ ആദ്യം തന്നെ ഞാൻ ഈ അതിദാരിദ്ര്യത്തെക്കുറിച്ച് തന്നെ പറയാം. ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, മുക്ത ദാരിദ്ര്യമല്ല, ദാരിദ്ര്യത്തെക്കുറിച്ച്. കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബെന്ന് കട്ട് തിന്നതിന് തല്ലിക്കൊന്ന സംസ്ഥാനമാണ് കേരളം. അറിയാലോ മധുവിന്റെ കേസ് അട്ടപ്പാടിയിൽ. അതുപോലെ ഇന്ന് നമ്മുടെ ഈ ഒരു ജോയ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു അച്ചായൻസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ളത് ഒരു ബ്ലോഗർ. അയാൾ ജ്വല്ലറോടമയൊക്കെയാണ്, ഒരുപാട് സ്വത്തൊക്കെ ഉള്ള ഒരാളാണ്. അയാളുടെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പേജെങ്കിലും കാണാൻ ഈ സർക്കാരിലെ ആരെങ്കിലും ഒരാൾ തയ്യാറായിരുന്നെങ്കിൽ ഈ ദാരിദ്ര്യം എങ്ങനെയാണ് കേരളത്തിലെ ആളുകൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് വീടില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആയിരക്കണക്കിന് ജനങ്ങളുള്ള ഈ കേരളത്തിലാണ് ഇവര് ഈ പറയുന്ന ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ആളുകൾ കേരളത്തിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, കേരളത്തിൽ ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുക. ഇത് സത്യം പറഞ്ഞ താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ ഈ പാർട്ടി CPM-ന്റെ തുടർ ഭരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു PR വർക്കിന്റെ ഭാഗം മാത്രമാണിത്. നമുക്കറിയാം പെൻഷൻ കൂട്ടിയത് 2500 രൂപ പെൻഷൻ ആക്കും എന്ന് പറഞ്ഞ് 2021 അധികാരത്തിൽ വന്ന ആൾക്കാരല്ലേ ഇവര്. 2500 പെൻഷൻ ഓഫർ ചെയ്തത്. ഈ 4.5 വർഷം 4.25 വർഷം കഴിഞ്ഞിട്ടും 2500 രൂപ ആക്കാൻ ഇവർക്ക് പറ്റിയോ? 2000 ആക്കാൻ ഇവർക്ക് പറ്റിയോ? ഇവർ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സ്റ്റണ്ട് അടിച്ചിറക്കിയേക്കണം. 2000 രൂപ പെൻഷൻ അപ്പോഴും 2500 ആയിട്ടല്ലോ. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ആ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ആ 2000 ഇപ്പോഴും 2000 എത്തിയിട്ടുള്ളൂ. ഈ 2000 തന്നെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? നമുക്ക് ഒരു ഉറപ്പില്ല. കാരണം ഇവിടെ 700 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 1000 കോടി, ഇങ്ങനെ രണ്ടും പറയുന്നുണ്ട്. അത്രയും ദാരിദ്ര്യം പിടിച്ച കേരളത്തിൽ, അതായത് സാമ്പത്തികമായിട്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത അവസ്ഥയാണെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ പറയുന്നു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും മറ്റ് പണങ്ങൾ മുടങ്ങാതിരിക്കാനും മറ്റ് കേന്ദ്ര സഹായങ്ങളിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കിട്ടാൻ പോകുന്ന 1000 കോടി രൂപയാണ്. അത് സ്കൂളുകളുടെ ചെലവിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വക മാറ്റി ചെലവാക്കാൻ കഴിയില്ല. രണ്ടാമത്, ഇത് കഴിഞ്ഞ് ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 10,000 കോടി രൂപയുടെ ഒരു ഓഫർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് സമർപ്പിക്കുന്നത്. 10,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനുകളൊക്കെ ആയിട്ട് 10,000 കോടി രൂപയുടെയാണ് ഈ പദ്ധതിയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് കൊടുക്കാൻ കഴിയുമെന്ന്? നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പിന്നിലേക്ക് പോവാം. 2021 ഈ ഇലക്ഷൻ നേരിടാൻ നേരത്തെ പിണറായി വിജയൻ സർക്കാർ, അന്നത്തെ സർക്കാർ പറഞ്ഞെന്താ, എല്ലാ മാസവും കിറ്റ്, എല്ലാ ജനങ്ങൾക്കും കിറ്റ്, എല്ലാവർക്കും എല്ലാ മാസവും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് ആ ഇലക്ഷന്റെ 2 മാസമല്ലാതെ അതിനുശേഷം ഒരാൾക്കെങ്കിലും കിട്ടിയോ? അത് ഒരാൾക്കെങ്കിലും കൊടുക്കാൻ പറ്റിയോ അവർക്ക്? അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഈ കിറ്റ് ഇനി ആർക്കും കിട്ടാൻ പോകില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പെൻഷൻ ആ കിറ്റ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്തോ ആ 2 മാസം കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ പെൻഷൻ ഈ പാവപ്പെട്ട അമ്മമാരെ പറ്റിച്ച്, സഹോദരങ്ങളെ പറ്റിച്ച് ഒരു പക്ഷേ 2 മാസം കൊടുത്തേക്കാം. വീണ്ടും ഇവരാണ് അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പെൻഷൻ 2000 കൊടുക്കാൻ പോകുന്നില്ല. അതിനുള്ള സാമ്പത്തികം ഇല്ല സർക്കാരിന്റെ കയ്യിൽ. 1000 കോടി 5 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. അതെ, 5 ലക്ഷം കോടി ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 1,75,000 1.25 കോടി ലക്ഷം രൂപയാണ് കടം. ഇന്നത് 5,60,000 കോടിയായി നിൽക്കുകയാണ്. ആ സ്ഥാനത്താണ് ഈ 2000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ മോഹന വാഗ്ദാനം. അങ്ങനെ പലർക്കും പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ ഈ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഒരു കാരണവശാലും കൊടുക്കാൻ പോകുന്നില്ല, കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയില്ല. ആഗ്രഹമുണ്ടെങ്കിലും കഴിയില്ല. അത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ് കേരളം.
ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇത് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞതും ഈ പല വട്ടങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് പോലും നമ്മുടെ ഈ ഗോവിന്ദ മാഷ് പോലും പറഞ്ഞല്ലോ ഈ വിഷയം തന്നെ, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ സഖാക്കളും സഖാക്കളുടെ നേതാക്കന്മാരും പറയുമ്പോൾ ഇവര് പറയും 10,000 കോടി രൂപയുടെ ഈ ഓഫറൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കവര്, കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും എടുത്ത് കൊടുക്കാനുള്ള സോഴ്സ് കാണണ്ടേ? അല്ലെങ്കിൽ ഒരു ജനങ്ങളോട് പറയണ്ടേ ഇന്ന വരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ന ആദായത്തിൽ നിന്നും ഞങ്ങൾ ഈ പൈസ കൊടുക്കാം. പണ്ട് പെട്രോളിന് 2 രൂപ സെസ് കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പെൻഷൻ കൊടുത്തോ? ആർക്കെങ്കിലും ആ പൈസ കൊടുക്കാൻ പറ്റിയോ? 1 രൂപ പോലും കൊടുക്കാൻ പറ്റിയല്ലോ. ഈ ജനങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളിലെ പൈസ പിഴിഞ്ഞ് മേടിച്ച് 2 രൂപ വെച്ചിട്ട് സെസ് കൂട്ടിയിട്ട്, എന്നിട്ട് ഒരാൾക്കും കൊടുത്തില്ല. അപ്പോ എലക്ഷൻ സ്റ്റണ്ട് എന്ന് പറയും. ഞാനൊരു കാര്യം പറയണ്ട, ഇവിടെ എലക്ഷനെ എങ്ങനെ നേരിടുന്നു വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഏക പാർട്ടി CPM ആണ്. അവർക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് എലക്ഷനെ എങ്ങനെ നേരിടും. ജനങ്ങളെ പറ്റിക്കാൻ സുഖാന്നേ. ജനങ്ങൾക്ക് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഒരു കിറ്റോ ഈ പ്രാവശ്യം 2000 രൂപ പെൻഷനോ ഇതൊക്കെ ആയിട്ട് പറയുമ്പോൾ ജനങ്ങൾ കഴിഞ്ഞ 9.5 വർഷം എല്ലാം മറക്കും. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണത്. ഈ 9 വർഷം ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് ചിന്തിക്കുകയില്ല. ഈ 2000 പെൻഷനും 1000 പെൻഷനും ഒക്കെ കേൾക്കുമ്പോൾ ഇവരെല്ലാവരും അത് മറക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ CPM. വേറെ ഒരു പാർട്ടിക്കും അങ്ങനെ ഒരു പൾസ് അറിയാവുന്ന പാർട്ടികളില്ല. ഇനി UDF വന്നാൽ താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് 1-ാം തീയതിയാണ്, ഇന്നലെ 1-ാം തീയതി. ഇന്നലെ ഈ 1-ാം തീയതി ഈ പരിപാടി അവിടെ ആശാവർക്കർമാരെ സമരം നടത്തി. ആ സമയത്ത് ആ പരിപാടിയിൽ ആശാവർക്കർമാരുടെ ആ സമരത്തിലേക്ക് അവർക്ക് 33 രൂപ കൂട്ടി കൊടുത്തേട്ടാ. വെറും 33 രൂപ ഒരു ദിവസം അവർക്ക് കൂട്ടി കൊടുത്തിട്ടുള്ള കൂലി. ആലോചിക്കണം, ഇവിടെ 2000, 3000, 10,000, 15,000 ഒക്കെ ഓരോരുത്തർ കൊടുക്കുമ്പോൾ ഈ ഇലക്ഷൻ മറ്റേ PSC അംഗങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വർദ്ധിപ്പിച്ച് കൊടുത്തപ്പോൾ ഇവർക്ക് കൊടുത്ത് ഈ പാവങ്ങൾക്ക് 33 രൂപയാണ്. 2-3 എത്ര ഒരു വർഷം ആരെയാണ് സമരം തുടങ്ങിയിട്ട് അവർ കൊടുക്കുന്ന 33 രൂപ. ആ സമരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഏതെങ്കിലും ഒരു സഖാവ് തയ്യാറായിട്ടുണ്ടോ? ഇവർ തമിഴ്നാട്ടിലെ ഇതേ സഖാക്കന്മാർ തമിഴ്നാട്ടിലെ ആശാ വർക്കർമാരുടെ ഇത് വർദ്ധിപ്പിക്കുന്ന സമരം ചെയ്യുക. ഇപ്പോഴും നിലവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിൽ അത് ബാധകമല്ല. അവർക്ക് തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കൊടുക്കണം, ഇവര് ഭരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല. ആശാ വർക്കർമാരോട് എന്താണ് ഇവർക്ക് ഇത്ര വിരോധം? അവരൊരു പാവങ്ങളല്ലേ, അവർ ഈ നാടിന്റെ നട്ടലല്ലേ? ആ നട്ടലുള്ള അവരെ ഇതുപോലെ അവഗണിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഈ സർക്കാർ ഇതൊക്കെ ചെയ്യാൻ കാശുണ്ടല്ലോ. ഞാൻ പറഞ്ഞ PSC അംഗങ്ങൾക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വാരി കൊടുക്കാൻ കാശുണ്ട്. നിരവധി തവണ ടൂറ് പോവാനും മറ്റേ വാർഷികം ആഘോഷിക്കാനും സർക്കാരിന്റെ 4-ാം വാർഷികം ആഘോഷിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതായത് കോടികൾ പ്രതിഫലം പറ്റി അഭിനയിക്കുന്ന മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി കോടികൾ, അതുപോലെ ഓരോ ചടങ്ങുകൾക്കും ഇവന്മാരുടെ ഓരോ പരിപാടികൾക്കും കോടികൾ ആഘോഷത്തിന്. ഇതിനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം കൂടി, ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ? അതായത് ഈ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന അത്രയും പോലും ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഇവന്മാർ തലേ ദിവസം നിന്ന് ബബ്ബ അടിക്കുന്നു. ഒരു പ്രതിപക്ഷം ഇവിടെ ഈ 10 വർഷം ഇവിടെ ഇവന്മാർ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇവന്മാർക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ ഈ സംസ്ഥാനത്തിന്റെ ദുരവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്? ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ ഒരു പ്രതിപക്ഷ നേതാവാണോ? ഇല്ലെന്നേ, ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ പലതവണ ആവർത്തിച്ച് ലൈവിലും പറഞ്ഞിട്ടുള്ളതാണ്, ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ പ്രതിപക്ഷത്തിലേക്ക് വരുന്നേക്കാൾ മുന്നേ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഒരു നടത്തണം. അതായത് മോഹൻലാലിന്റെ കേസ്. ഈ മോഹൻലാല് അവിടെ വന്നു അവരെ ആദരിക്കാൻ വേണ്ടി കോടികൾ മുടക്കിയെന്ന് പറഞ്ഞു. അത് മോഹൻലാലിനെ ആദരിച്ചതല്ല സുനിൽ സാറേ, അത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ സർക്കാരിന്റെ PR വർക്കായിരുന്നു. ഇമേജ് ബിൽഡിംഗ്, അവരുടെ ഒരു ഇമേജ് ബിൽഡിംഗ് ആയിരുന്നു. അതെ, അത് മാത്രമായിരുന്നു. അല്ലാതെ മോഹൻലാലിനോട് സ്നേഹം കൊണ്ട് മോഹൻലാലിനെ ആരാധിക്കണമെന്നല്ല. സത്യത്തിൽ അവരുടെ PR വർക്കും ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു. അതും ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്, ജനങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി അത് അവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പ്രതിപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രതിപക്ഷമില്ല എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നതല്ലേ. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം എവിടെയാണ് കേരളത്തിലുള്ളത്? ഈ 9.5 വർഷക്കാലമായിട്ട് വേണ്ട ഈ 4.5 വർഷക്കാലം ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ മകളുടെ കേസും മകന്റെ കേസും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ വന്നിട്ട് ഒരു സമരം ചെയ്യാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ഒരു സമരം ചെയ്യാൻ വിജയിപ്പിക്കണ്ട പേരിനെങ്കിലും ഒരു സമരം നടത്താൻ കഴിഞ്ഞോ? നമുക്കറിയാം സുജിത്തിന്റെ കേസ് വന്നപ്പോഴും, അതായത് സുജിത്തിന്റെ കസ്റ്റഡി മർദ്ദനം വന്നപ്പോൾ ഇവൻ പിണറായിയുടെ അടുത്തിരുന്ന് സദ്യ നക്കുക. അതിനുശേഷം അതായത് ഇവന്മാരെ സസ്പെൻഡ് ചെയ്യാതെ, ഇവന്മാർക്കെതിരെ നടപടിയെടുക്കാതെ ഇവന്മാർ സമരം പിൻവലിക്കത്തില്ല സംസ്ഥാനം ഒട്ടാകെ പറഞ്ഞിട്ട് അവസാനം തൊട്ടടുത്ത ആഴ്ച തന്നെ ഷാഫിയുടെ അടിച്ച് മൂക്ക് പൊട്ടിച്ചു. ഷാഫിയെ അടിക്കാൻ ശ്രമിച്ചു. ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഒരു സമരം നടത്താൻ പറ്റില്ലേ?
ഞാൻ പറയട്ടെ, ഇവര് വേറെ ഒന്നും ചെയ്യണ്ട. ഈ സർക്കാരിന്റെ ചെയ്തികളെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സമരം നടത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ലാന്നേ. അപ്പൊ ഇത്രയും ദുർബലമായ ഒരു പ്രതിപക്ഷം, ഒരു കഴിവ് കെട്ട പ്രതിപക്ഷ നേതാവ്, ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷ നേതാവ്, സ്വന്തം പാർട്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തല ഇവിടെ പൊക്കി പിടിച്ച് വന്ന് അവരുടെ നെഞ്ഞത്ത് കയറാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നല്ല യുവാക്കളെ തകർക്കാനും ഈ ഷാഫിയെ പോലെയുള്ള യുവാക്കളെ കൊല്ലാൻ കൂട്ടി നിൽക്കാനൊക്കെ അല്ലാതെ ഇദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ കഴിയില്ലാന്നേ. ഇവനാ പ്രതിപക്ഷ നേതാവിന്റെ റോള് ചെയ്യാതെ ഇപ്പൊ കണ്ടോ ആ ഒരു മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഇവൻ വലിയ വിഷൻ ഉള്ളവനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു PR ക്യാമ്പയിൻ ഇവൻ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്ന് ഇവൻ കാശ് മുടക്കി PR ക്യാമ്പയിൻ ചെയ്യുന്നത് ഇവന്റെ കേരളത്തെ കുറിച്ചുള്ള വിഷൻ ഇവൻ ഈ പ്രതിപക്ഷത്തിരുന്നിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടാണ് ഇവന്റെ വിഷൻ അന്നേരം നമ്മൾ കണ്ടില്ല. 25 കൊല്ലമായിട്ട് ഇവന്റെ ഒരു വിഷനും ഈ ഇരിക്കുന്ന പാർട്ടിയുടെ കൊമ്പ് മുറിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു വിഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് വലിയ വിഷനെ കുറിച്ച് ഞാനും കണ്ടു വാർത്ത. ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്ന് വളരെ കൃത്യമായിട്ട് എണ്ണി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാനും കണ്ടു. ഇതെന്തേ പരസ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൂടെ? ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇതിലേക്ക് പുറത്തിറങ്ങി ചെയ്തുകൂടെ? ഈ ചാനലിൽ കയറി എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ? ചെയ്യണ്ടേ? അതുപോട്ടെ, ഈ രണ്ട് തവണ ഈ കോൺഗ്രസിന് കിട്ടാവുന്ന UDF കിട്ടാവുന്ന തുടർഭരണം നഷ്ടപ്പെടുത്തിയ ആളാണ് പറയണത്. അത് മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇവൻ ഇവിടെ യൂട്യൂബ് ചാനലിന്റെ മുറി വന്നിരുന്ന് ഈ ആണോ ഇത് പറയേണ്ടത്? ഇതിപ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവൻ ഒരു റിപ്പോർട്ടായിട്ട് സമർപ്പിക്കാം. ഒരു ക്രിയാത്മകമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തുകൂടാ? ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സജഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇയാള് നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇയാളുടെ ഈ ഒരു വിഷൻ ഇയാൾക്ക് വേണേൽ ഷെയർ ചെയ്തുകൂടെ? ഈ 25 കൊല്ലം ഒന്നും ചെയ്യാതെ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് ഒന്നും ചെയ്യാതെ അവസാന ഈ ഘട്ടത്തിൽ വന്നിരുന്ന ഇവൻ ഈ പറയുന്നതിന്റെ ഇത് വേറെ ഏതോ ആമ്പിള്ളാർ എഴുതി കൊടുത്ത ഏതോ PR സ്ട്രാറ്റജിസ്റ്റുകൾ എഴുതി കൊടുത്ത വാറോലെ അനുസരിച്ചിട്ടാണ് ഇവൻ ഇത് പറയുന്നത് വ്യക്തമല്ലേ? അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ന് നടന്നതൊരു പ്രതിപക്ഷത്തിന്റെ കഴിവുകെട്ട ഒരു പ്രതിപക്ഷം ഉള്ളത് കൊണ്ടല്ലേ ഇപ്രകാരം വീണ്ടും ഇവർ യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും ഇപ്രകാരം ഓരോ നാടകങ്ങളുമായി വരുന്നത്? അതായത് പ്രതിപക്ഷം എന്ന് പറയരുത്. കാരണം പ്രതിപക്ഷം ഇല്ല ഇവിടെ കേരളത്തില് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ 2-3 യൂട്യൂബ് ചാനലുകൾ, ഒന്ന് താങ്കളുടെ ചാനല്, 2-3 ചാനലുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം. അല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാ? ഇപ്പൊ നിങ്ങൾ പ്രതികരിക്കുന്ന അത്ര പോലും നമ്മുടെ പ്രതിപക്ഷം പ്രതികരിക്കുന്നുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കും. ശരിയല്ലേ ഞാൻ പറയണത്? നിങ്ങൾ പ്രതികരിക്കുന്നതിന് ഏതെങ്കിലും ഒരു 1/7 അംശം പോലും ഈ പ്രതിപക്ഷം പ്രതികരിക്കുന്നുണ്ടോ? ഇത്രയും വലിയ വിഷയം, അതായത് കേരളത്തിന്റെ ജനനായകൻ ഉമ്മൻചാണ്ടിക്ക് ശേഷമുണ്ടായി ജനനായകൻ ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിലെ തല തല്ലി പൊളിച്ചിട്ട് മൂക്ക് തല്ലി പൊളിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്ന ആള് ഈ UDF, ഈ യൂത്ത് കോൺഗ്രസ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരക്ഷരം ഇവരാരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതേപോലെ പാർലമെന്റിൽ നിന്നും ഷാഫിയുടെ സ്വന്തം റിസ്കില് ഷാഫി പാർലമെന്റിൽ പരാതി കൊടുത്തിട്ടുണ്ടാക്കിയതല്ലാതെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? അല്ല, അവൻ വന്ന് ആ പ്രതിഷേധം സ്വമേധയാ ജനങ്ങൾ നടത്തിയ പ്രതിഷേധം പോലും ഇവൻ വന്ന് തല്ലിക്കെടുത്തി. ഈ കിഴക്കൻ നാട്ടിൽ ഇവൻ ദുബൈയിലേക്ക് ഒളിച്ച് ഈ സംഭവം നടക്കുമ്പോൾ ഇവന്മാർ രണ്ടുകൂടെ കടന്നു കളഞ്ഞ് ഇവിടെ വന്ന അന്ന് സ്വിച്ചിട്ട പോലെ സകല പ്രതിഷേധങ്ങൾ ഇവന്മാർ അടിച്ചമർത്തി. എനിക്ക് ഒരു ചെറിയ കാര്യം ഓർമ്മ വന്നതെന്ന് അറിയോ? നമ്മുടെ സന്ദീപ് വാര്യര് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തില് സന്ദീപ് വാര്യർ ഒരു വാർത്താ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയന് ദോഷം വരാവുന്ന ഒരു കാര്യം ചാനൽ ചർച്ചകളിൽ പറയരുത് എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളൊന്നും ചാനൽ ചർച്ചകളിലോ പൊതുവേദിയിലോ പറയരുത് എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. അത് സന്ദീപ് വാര്യർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് VD സതീശൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. കാരണം അതായത് CJP എന്നൊരു പദം തന്നെ രാഹുലാണ് ഉപയോഗിച്ചത്. ആ ഒരു സഖ്യം, അതായത് കൃത്യമായിട്ട്, അതായത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ N ബ്ലോക്കായി BJPയുടെ പരമാവധി വോട്ടുകൾ LDFന് മറിച്ചു കൊടുത്ത് LDFനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് മാസങ്ങൾക്ക് മുമ്പേ പുറത്തു വന്ന കാര്യമാണ്. അത് സത്യമാണെന്ന് നമുക്ക് തെളിയുന്നു. എന്നിട്ട് പോലും ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ പാർട്ടിയെ തകർക്കാനിരിക്കുന്നവൻ
ഇവനും കൂടെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പറയാട്ടാ, ഈ UDF-കാര് വളരെ കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ 3-ാം വർഷവും ഈ ഭരണം CPM-ന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരില്ല. കാരണം കൃത്യമായി അറിയാവുന്ന ആളുകളാണ് CPM. ആ CPM-ന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നത്, കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് UDF-ന്റെ ഭാഗത്തു നിന്ന് സതീശൻ തന്നെയാണ്. അതൊരു തർക്കമില്ല. അത് മനസ്സിലാക്കാത്തോളം കാലം മുസ്ലിം ലീഗിനെ പോലെ നല്ല സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുള്ള ആ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളൊക്കെ ഇത് മനസ്സിലാക്കി ഏത് കാലത്ത് മനസ്സിലാക്കാനാ? സതീശന്റെ ഈ ചക്രാത്തി പോരാട്ടം മനസ്സിലാവാത്ത ആൾക്കാരാണോ കേരളത്തിലെ UDF-ന്റെ മറ്റു നേതാക്കന്മാര്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? കാരണം സതീശൻ എന്ന് പറയുന്നത് ഒരു അധികാരമോഹി, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. എല്ലാം എൻ്റെ കാൽ കീഴിൽ. അതായത് നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഒരു മിനി പിണറായി വിജയൻ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മിനി പിണറായി വിജയൻ. പക്ഷെ പിണറായി വിജയന്റെ 7 അയലക്കത്തേക്ക് എത്താൻ പറ്റും സതീശന്? ഇത് പാർട്ടി കോൺഗ്രസ് അല്ലേ? ജനാധിപത്യമുള്ള പാർട്ടി, കേരള സിസ്റ്റമുള്ള പാർട്ടിയല്ല. CPM-ന്റെ പാർട്ടി എന്ന് പറയുന്നത് ഏകാധിപത്യ പാർട്ടിയാണ്. ആകെ ഒരാളുള്ള ഒരു രാജാവാണ് പിണറായി വിജയൻ. അതിനപ്പുറത്തേക്ക് ഭടന്മാർ മാത്രമേ ഉള്ളൂ. അതായത് അതിനപ്പുറത്തേക്ക് വേറൊരാൾ ചോദ്യത്തിന് മറുചോദ്യമില്ലാത്ത പാർട്ടിയാണ് CPM. അതുപോലെയല്ല കോൺഗ്രസ്. ഈ കോൺഗ്രസിൽ ഒരു പിണറായി വിജയനാവാൻ സതീശൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഈ പാർട്ടി നശിച്ചു പോകും. ഈ പാർട്ടി അവന്റെ അവസ്ഥ എന്താന്ന് നോക്കി. അതെ, ഇപ്പൊ ഒന്നുമല്ല, വട്ടപൂജ്യം. അതല്ലേ അവസ്ഥ? വട്ടപൂജയിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പുള്ളി തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലുകാരെയും ഇവര് PR വർക്കാരെയൊക്കെ പിടിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ പഴയ ആ ഒരു സ്ട്രോങ് നിലനിർത്താൻ വേണ്ടി ചാനലുകാരോട് പോലും സംസാരിക്കാൻ പേടിയായി തുടങ്ങുന്നു അദ്ദേഹത്തിന്. ഇവനെ തൂത്തെറിയാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരേ ഒരു കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ്. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയാൽ ആദ്യം എടുത്ത് പുറത്ത് കളയുന്നത് ഈ കേക്കച്ചനെ ആയിരിക്കും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഇവിടെയുള്ള ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവനെ ഈ മാരണത്തിനെ എടുത്ത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റൊരു തരത്തിലും പറ്റത്തില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നൽകിയാൽ ഇവർ മാറ്റാൻ നിർബന്ധിതരാകും. അത് മാത്രമാണ് ഇനിയുള്ള ഏക പോംവഴി. അല്ലാതെ ഏതെങ്കിലും കാരണവശാൽ സുനിൽ സാർ, ഏതെങ്കിലും കാരണവശാൽ ഒരു UDF-ന് ചെറിയൊരു വിജയം സമ്മാനിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചെന്ന് വിചാരിക്കും. അത് സതീശന് കൊടുക്കുന്ന അംഗീകാരം സതീശൻ സ്വയം ഏറ്റെടുക്കും. ഞാൻ കാരണമാണ്. നമുക്കറിയാം 4 ഉപതെരഞ്ഞെടുപ്പ് നടന്നൊക്കെ ആ പിള്ളേരെ കഴിവുകൊണ്ട് ജയിച്ച ചെറുപ്പക്കാരെ പിള്ളേരെ കഴിവുകൊണ്ട് ജയിച്ചു. ലാസ്റ്റ് എന്തായി? ഞാൻ കാരണം. ഇതാണ് ഇവന്റെ സിസ്റ്റം. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി അവൻ ഇപ്പോഴേ തയ്യാറായിരിക്കുകയാണ്. അതെ, അതാണ് നമുക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്. ജനങ്ങളോടുള്ള അഭ്യർത്ഥന ഇതാണ്. അങ്ങനെ ഒരു അവസരം ഇവൻ ഉണ്ടാക്കി കൊടുക്കരുത്. യാതൊരു കാരണവശാലും അപ്രകാരം ഒരു വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇവനെ അനുവദിക്കരുത്. ഇവനെ പുറത്ത് കളയാതെ ഇവനെ ആദ്യം ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയുക. ഇവൻ ഏതെങ്കിലും കാരണവശാൽ ഇവൻ അധികാരത്തിൽ വരികയാണെങ്കിൽ അന്ന് ഇതിന്റെ സർവനാശമായിരിക്കും ഈ സംസ്ഥാനത്തിന്റെ എന്ന് മാത്രം മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.